നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. വ്യവഹാര പ്രതിസന്ധിയിലായ മലാപ്പറമ്പടക്കം 4 സ്കൂളുകൾ സർക്കാർ ഏറ്റെടുത്തു. സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായി ഈ സ്കൂള് ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്കൂൾ പൂട്ടി സീൽ ചെയ്തു. ഏറ്റെടുക്കൽ തീരുമാനം പിന്നീട് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. നാളെ മുതൽ പഠനം കളക്ടറേറ്റിൽ. ഏറ്റെടുക്കൽ അനുവദിക്കില്ലെന്ന് മലാപ്പറമ്പ് മാനേജർ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർക്കശ നിർദ്ദേശവുമായി മുഖ്യമന്ത്രി. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് ഓർക്കണം. ഫയലുകൾ നോക്കുന്നതിൽ കാലതാമസം പാടില്ല. ഫയൽ നോട്ട സമ്പ്രദായം അതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ജോലി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കണം. അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്നും മുന്നറിയിപ്പ്. ഉമ്മൻചാണ്ടി UDF ചെയർമാൻ. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് പരാജയ കാരണമെന്ന് വിലയിരുത്തൽ. കോൺഗ്രസിലെ ഗ്രൂപ്പ് ജാതി രാഷ്ട്രീയത്തിന്റെ ഇരയാണ് താനെന്ന് ഷാനിമോൾ ഉസ്മാൻ. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണം. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് നീട്ടണമെന്ന് ഹൈക്കോടതിയിൽ CBI. വാദത്തിന് സാവകാശം വേണം. അഡീഷണൽ സോളിസിറ്റർ ജനറൽ CBIക്കായി ഹാജരാകും. കേസുമായി ബന്ധമില്ലാത്തവരെ കക്ഷി ചേരാൻ അനുവദിക്കരുത്. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. ഇടുക്കി വാഴവരയിൽ ഉരുൾപൊട്ടലിൽ ഒരാൾ മരിച്ചു. തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. പൊന്മുടിയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫയലുകളിൽ കാലതാമസം വരുത്തുന്നത് സർക്കാർ സഹിക്കില്ല. ഓരോ ഫയലിലും ഉള്ളത് ഓരോ ജീവിതമാണെന്ന് ഓർക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ ഫയലുകൾ തീർപ്പാക്കണം. ഓഫീസ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. ജനങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ നിഷേധിക്കാമെന്ന തരത്തിലുള്ള ഫയൽ നോട്ട സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സർക്കാർ നിലപാട് പിണറായി വിജയൻ വിശദീകരിച്ചത്. ഫയൽ നോട്ട രീതികളിൽ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ആദ്യ നിർദ്ദേശം. ഒരു നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം അതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം. ഫയലുകളിൽ കാലതാമസം വരുത്തുന്നവരോട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരം: ഫയൽ താമസിപ്പിക്കുന്നവര് അകാരണമായ കാലതാമസത്തിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ സർക്കാർ സഹിക്കുന്നതായിരിക്കില്ല. ഓഫീസ് സമയത്ത് ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ട നിലപാടുകൾ. പ്രവൃത്തി സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിന് വേറെ തടസ്സമൊന്നും ഇപ്പോഴില്ല. പക്ഷേ നമ്മൾ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. ജനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും ഓഫീസ് സംവിധാനത്തിലേക്ക് പല ഓഫീസുകളും മാറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ ഓരോ അപേക്ഷയുടെയും സ്ഥിതി, അപ്പോഴുള്ള സ്ഥിതി അപേക്ഷകന്റെ ഫോണിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലൊരു സംവിധാനം ഒരുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗവേണൻസും ഫയലിംഗും വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, കെ രാജൻ MLA, കെ വരദരാജൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം, NGO അസോസിയേഷൻ്റെയും സെറ്റോയുടെയും നേതാവായ ശ്രീ ഖലീലുർ റഹ്മാൻ, ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ എന്നിവരാണ് വിവിധ ബ്യൂറോകളിൽ നിന്നും ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ കെ രാജൻ, ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? ഓരോ ഫയലിലും ഓരോ ജീവിതമാണുള്ളത്. നിങ്ങൾ ആ ഫയലിൽ ഒരു കുറിപ്പെഴുതുമ്പോൾ ആ ജീവിതം മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഇത് എന്ന് കാലങ്ങളായി സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഒരു മുഖ്യമന്ത്രിക്ക് ഓർമ്മിപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടേ? കേരളത്തിലെ ഗവൺമെൻറ് ഒരു മനുഷ്യത്വ മുഖമുള്ള ജനകീയ വികസനത്തിന് നേതൃത്വം നൽകുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഏറ്റവും ഗംഭീരമായ സർക്കാർ ജീവനക്കാരെ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം.
വളരെ ക്ലിയറാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലുള്ള ഓരോ ഫയലും ഒരു അചേതന വസ്തുവല്ല, ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട്. നിങ്ങളുടെ ഓരോ കുറിപ്പും ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കുക എന്ന് തീരുമാനിക്കും. വളരെ നിർണായകമാണ് നിങ്ങളുടെ ഇടപെടൽ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. അതേസമയം തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് കരുതി എല്ലാ ഫയലും നിങ്ങൾ ഓക്കെ എന്നെഴുതി ഒപ്പിടുകയല്ല, അതിൻ്റെ ന്യായം നോക്കി അക്കാര്യത്തിൽ ഗൗരവമായി പരിശോധിച്ച് ഇടപെടണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രഖ്യാപനം. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും വെച്ചു പൊറുപ്പിക്കാതിരിക്കാനുള്ള ഗൗരവമായ ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെൻറ് നടത്താൻ പോകുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങുന്ന നെഗറ്റീവ് ഫയൽ നോട്ട മാറ്റി പോസിറ്റീവ് ഫയൽ നോട്ടയാക്കണം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിനോട് ജനങ്ങളോട് പറഞ്ഞത്. ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭരണകൂടത്തെയും ആ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിനോടുള്ള ഭരണകൂടത്തിൻ്റെ ഇടപെടലിനെയും കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുകയാണ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചല്ലോ, സർക്കാർ ജീവനക്കാരും അതിൻ്റെ സംഘടനാ നേതാക്കന്മാരും ആരും മോശക്കാരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്കെതിരെ പ്രതികാര ബുദ്ധിയുള്ളൊരു നടപടി ഉണ്ടാകില്ല. നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. രാഷ്ട്രീയ പ്രതികാരം സർക്കാർ ജീവനക്കാരോ അതിൻ്റെ സംഘടനക്കാരോടോ കാണിക്കുന്നില്ല. എന്നാൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത സർക്കാരിന് എപ്പോഴും വേണം. എത്ര ഗംഭീരമായിട്ടാണ് ഓൺലൈൻ സംവിധാനത്തെക്കുറിച്ച്, IT സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ജീവനക്കാരോട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, നിങ്ങളൊരു കാലത്ത് വിരമിക്കും, അങ്ങനെ വിരമിച്ചാൽ നിങ്ങൾ വീണ്ടും സമീപിക്കേണ്ടി വരിക സർക്കാർ ജീവനക്കാരെയാണ് എന്ന ധാരണയോടുകൂടി ഇടപെടണം. അവസാനമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ ഫയൽ മുകളിലോട്ട് അയക്കുന്ന രീതി മാറ്റി വളരെ കൃത്യമായ തീരുമാനം ഓരോ ഫയലിലും എടുക്കണം. കേരളത്തിലെ മനുഷ്യത്വ മുഖമുള്ള ജനകീയ വികസനത്തിൻ്റെ പാതയിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരായ ശക്തമായ മുന്നേറ്റം കേരളത്തിൽ നടത്തുമെന്ന പ്രഖ്യാപനം. ഒരു കാര്യം കൂടി, ഇതിൽ സർക്കാർ ജീവനക്കാരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു നടപടിയും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ കുടക്കീഴിൽ ജീവിക്കുന്ന ജീവനക്കാരാണ് നിങ്ങൾ. താരതമ്യേന അഴിമതിയെക്കുറിച്ചോ മറ്റ് അപവാദങ്ങളെക്കുറിച്ചോ നിങ്ങളുമായി ബന്ധമില്ല, വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ നിമിഷവും ഏറ്റവും പോസിറ്റീവായ ഇടപെടൽ, ഏറ്റവും ഗൗരവപൂർണമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ടെക്സ്റ്റ് പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ശൈലി ആയിരിക്കില്ല ജനങ്ങളോടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമീപനം, സർക്കാർ ജീവനക്കാരോടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്ന് കൃത്യമായി എന്നാണ് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയത്. ശരി, ശ്രീ രാജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വരദരാജൻ, താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ, ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോഴത്തെ ഈ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം അതിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കുമെന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ മാതൃകയിൽ ഒരു വികേന്ദ്രീകൃത സെക്രട്ടേറിയറ്റ്, അതിന് ഡയറക്ടറേറ്റ് സമ്പ്രദായം കൊണ്ടുവരുമെന്നാണ് ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞത്. കൂടാതെ സ്റ്റേറ്റ് സിവിൽ സർവീസ് കേഡറും ഇടതുമുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നീങ്ങുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചില സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിൽ ഒരാവശ്യത്തിന് ചെല്ലുന്ന ഒരു നാട്ടുംപുറത്തുകാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്? താങ്കളൊക്കെ എത്രയോ കാലങ്ങളായി സർവീസ് സംഘടനാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം സർക്കാർ ഓഫീസുകളിൽ പൊതുവെയും സെക്രട്ടേറിയറ്റിൽ പ്രത്യേകിച്ചും ഉണ്ടാകുന്നത്? ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി ജീവനക്കാരോടായി നടത്തിയ പ്രസംഗം നേരിൽ കേട്ട ഒരാളാണ് ഞാൻ സെക്രട്ടേറിയറ്റിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ സമയത്ത് സന്നിഹിതനാവുകയും കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ താല്പര്യപൂർവ്വം എത്തുകയും ചെയ്ത ഒരു മുൻ സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. എനിക്ക് മനസ്സിലായത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് മാത്രമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത് എന്നായിരുന്നു. കേരളത്തിലെ 5 ലക്ഷം വരുന്ന സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരോട്, നമ്മുടെ സിവിൽ സർവീസിനോട് പൊതുവെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ആഹ്വാനവും ഒരു അപ്പീലുമായിരുന്നു ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഉടനീളം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. അത് അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ട് എന്നെനിക്കതിൽ തോന്നുന്നില്ല. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ മുഖം എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളാണ്.
ആ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് അനുസൃതമായി മാറണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മുൻപിൽ നിർത്തി കേരളത്തിലെ മുഴുവൻ സിവിൽ സർവീസിനോടും അദ്ദേഹം ചില കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിച്ചത് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സിവിൽ സർവീസ് കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിച്ചാൽ മാത്രമേ ജനങ്ങൾക്കതിൽ നിന്ന് നീതി ലഭിക്കൂ എന്നുള്ളത് എക്കാലവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി പല ഗവൺമെൻറ്റുകളും ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, വികേന്ദ്രീകരണത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോഴും സർക്കാർ ഓഫീസുകളിൽ നിന്നും സമയബന്ധിതമായി അഴിമതിരഹിതമായി നീതി ലഭിക്കുന്നില്ല എന്ന പ്രശ്നം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി ആ തരത്തിലുള്ള സഹകരണം ജീവനക്കാരുടെ ഭാഗത്തുണ്ടാവണം, പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാവണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് ശ്രമിച്ചത്. തീർച്ചയായും മുഖ്യമന്ത്രി ജീവനക്കാരുടെ പ്രശ്നങ്ങളോടും വളരെ അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. നമ്മുടെ സിവിൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥലമാറ്റത്തിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതികളിലൊന്ന് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിലായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ സ്ഥലമാറ്റത്തിന് നിലവിലുള്ള നോംസിൻ്റെയും തത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥലമാറ്റം ഉണ്ടാവൂ, ജീവനക്കാരോട് പ്രതികാരമുണ്ടാവില്ല, പക്ഷപാതപരമായ നടപടി ഉണ്ടാവില്ല, നിങ്ങൾ ഉന്നയിക്കുന്ന പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവമായി ഗവൺമെൻറ് പരിഗണിക്കും എന്ന നിലയിൽ ജീവനക്കാർക്ക് ബാധകമാവുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പോസിറ്റീവായി സൂചിപ്പിച്ചുകൊണ്ടാണ് ജീവനക്കാരുടെ നിലപാടിൽ മാറ്റം വേണം, ഓഫീസ് സമയത്ത് എത്തണം, ഓഫീസിലുണ്ടാവണം, ഓഫീസിലിരുന്നു കൊണ്ട് പത്രവും മാസികകളുമെല്ലാം ജനങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് വായിക്കാൻ ശ്രമിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ മിതത്വം പാലിക്കണം എന്നതടക്കം ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്ന ഭാഷയിൽ വളരെ ലഘുവായി മുഖ്യമന്ത്രി പറയുന്നത് നേരിൽ കേൾക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ, ദീർഘകാലം സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന ഒരാളെന്നുള്ള നിലയിൽ സിവിൽ സർവീസിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയും. അതിനോട് ഈ സംസ്ഥാനത്തെ ജീവനക്കാർ സഹകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപക്ഷം എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളിലൂടെയാണ്. ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും നടപടികളും നടപ്പാവുന്നത് സർക്കാർ ജീവനക്കാരിലൂടെയാണ്. ശരിയാണ്, സർക്കാർ ജീവനക്കാരാണ് ഒരു ഗവൺമെന്റിന്റെ മുഖം എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് മറ്റൊരു തരത്തിൽ തന്നെയായിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ അവകാശങ്ങളെ പറ്റിയും കടമകളെ പറ്റിയുമാണ് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാരെ ഓർമ്മിപ്പിച്ചത്. ശ്രീ വരദരാജൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കും മാത്രം ബാധകമല്ല ഇത്, സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ബാധകമാണ്. നമുക്കറിയാം സിവിൽ സർവീസ് കാര്യക്ഷമമാകണം എന്ന് നമ്മളിങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ ചർച്ചകളിലും പറയാറുള്ളതാണ്. ഈ ഗവൺമെൻറ്റിന് അക്കാര്യത്തിലൊരു കാഴ്ചപ്പാടുണ്ടെന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇടതുമുന്നണി പറഞ്ഞിരുന്നു. അത് വികേന്ദ്രീകൃത സെക്രട്ടേറിയറ്റ്, അവിടെ ഡയറക്ടറേറ്റ് സമ്പ്രദായം, കേന്ദ്ര മാതൃകയിലുള്ള ഡയറക്ടറേറ്റ് സമ്പ്രദായം, സ്റ്റേറ്റ് സിവിൽ സർവീസ് കേഡർ, ഇതൊക്കെയാണ് അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഈ സർക്കാർ മുന്നോട്ട് വെച്ചതും അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയും ഒക്കെ പൊതുവെ വിലയിരുത്തുമ്പോൾ കാര്യക്ഷമമായ ഒരു സിവിൽ സർവീസ് പ്രദാനം ചെയ്യാൻ പുതിയ ഗവൺമെൻറ്റിന് കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടോ? അതായത് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന കൊണ്ട് തീർച്ചയായും മനസ്സിലാക്കുന്നത്, നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ പറ്റി കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു ഇമേജ് തന്നെ അതായത് വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തി എന്ന ഒരു ഇമേജാണ് മുഖ്യമന്ത്രിയെ പറ്റി എന്നെ പോലുള്ളവർക്ക് നേരത്തെ തന്നെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയായി വരിക, മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ, അതായത് എന്തിനാണ് സിവിൽ സർവീസ്? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വളരെ ക്ലിയർ ആണ്. ജനങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ആപാല വൃത്തം ജനങ്ങളുടേതാണ്. അതായത് അത് ധനികനാകാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ആകാം, ഷെഡ്യൂൾ ട്രൈബ് ആകാം, അല്ലെങ്കിൽ വെൽ ടു ഡു ആകാം, ആരുമാകാം. ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും ജീവിതം തുടിക്കുന്ന ഫയലുകളാണ് ഒരു സർക്കാരിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഓഫീസുകളുടെ മുൻപിൽ എത്തിച്ചേരുന്നത്.
ഈ ഫയലുകളിലുള്ള പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുക എന്നതാണ് സർക്കാർ ജീവനക്കാരുടെ അതായത് യഥാർത്ഥ കടമ. ആ കടമ നിർവഹിക്കുമ്പോഴാണ് അവർക്ക് ശരിക്കു പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് അവർക്ക് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അവകാശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അവകാശങ്ങൾ മാത്രം, ഞങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ നന്നായിരിക്കട്ടെ, അതേ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കടമയെ പറ്റി അത്രയധികം ആകുലപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്ര ദത്തശ്രദ്ധരല്ല എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വച്ചു പുലർത്തുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് സെക്രട്ടേറിയറ്റും മറ്റുള്ള സ്ഥാപനങ്ങൾ നല്ലവണ്ണം നടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥരോടാണ് അതായത് ഈ നല്ല ഉദ്യോഗസ്ഥരെ കണ്ട് മോശം ഉദ്യോഗസ്ഥരും നല്ലവരായി തീരണം, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിലാണ്. അതായത് ഈ ഗവൺമെന്റ് മാത്രമല്ല, പോയ ഗവൺമെന്റും, ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും അതുപോലെ തന്നെ ഇവിടെ പഞ്ചിങ് കൊണ്ടുവന്ന കാലം മുതൽ, അതിന് മുൻപ് മുതൽ ഈ ഇഷ്യൂ ഉണ്ട്. അതായത് കാര്യക്ഷമത, ഭരണചക്രത്തിന്റെ കാര്യക്ഷമത, ആ ഭരണചക്രം തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കാര്യക്ഷമതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ കാര്യക്ഷമത മൂലമാണ് സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ടത്. അങ്ങനെ നീതി ലഭിക്കാതിരുന്നപ്പോഴാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ ഫയലുകളിൽ തീർപ്പാകാതെ വർഷങ്ങളോളം കിടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് പൊതുജനങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അതുപോലെയുള്ള ഒരു ദുരവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് പോകാതിരിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ പിണറായി വിജയൻ ഇതുപോലെ ഒരു പ്രഖ്യാപനവുമായി മുൻപോട്ട് വന്നത്. അതായത് സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന് പറയുമല്ലോ. അപ്പൊ അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിന്റെ വിഭവ സമാഹരണം, അതിന്റെ ചെലവഴിക്കൽ, ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളത്തില് അതായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ, വികസിത രാജ്യങ്ങളിലൊക്കെ നികുതി ഇതര വരുമാനം ആകെ വരുമാനത്തിന്റെ 40% വരെ വരുന്ന സമയത്ത് കേരളത്തിൽ അത് 10-12% ചുരുങ്ങിയിരിക്കുകയാണ്. നോക്കുക, 70-ലേറെ ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഗവൺമെന്റിൽ. ഈ 70-ലേറെ ലൈൻ ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലാത്തിലും വീതിക്കപ്പെട്ട് കിടക്കുകയാണ് നികുതി ഇതര വരുമാനം സമാഹരിക്കുക എന്നത്. ഈ വകുപ്പുകളിലെയൊക്കെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അവരവരുടെ ജോലി ചെയ്യുകയാണെങ്കിൽ നികുതി ഇതര വരുമാനം ഇപ്പോഴുള്ള 10-12% നിന്ന് 20-25% വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നികുതി സമാഹരണത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. നികുതി സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ സത്യസന്ധമായി ജോലി ചെയ്യുകയാണെങ്കിൽ, മുഖം നോക്കാതെ ജോലി ചെയ്യുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ 2015 CAG റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചപ്പോൾ, അസംബ്ലിയിൽ വെച്ചപ്പോൾ അതിൽ കാണുന്നത് എന്താണ്? 10,435 കോടി അരിയർ പിരിച്ചെടുക്കാനുണ്ടെന്നാണ്. എങ്ങനെ ഇത്രയധികം അരിയർ വന്നു? ഇങ്ങനെ അരിയർ വന്നു, അത് ഉദ്യോഗസ്ഥരുടെ ക്രമക്കേട് കൊണ്ടാണെന്ന് ഞാൻ വാദിക്കുകയല്ല. ഇവിടെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴ കൊണ്ടാണെങ്കിലും ഖജനാവിനെ ഇത് ശൂന്യമാക്കുന്നു. ഖജനാവിനെ ഇത് ശൂന്യമാക്കുമ്പോൾ ആരെയാണ് അത് നേരിട്ട് ബാധിക്കുന്നത്? അത് ഇവിടുത്തെ എല്ലാത്തരം, അതായത് ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? നമുക്കിവിടെ അടിസ്ഥാന സൗകര്യം വേണം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വേണം. എല്ലാവരും കരയുകയാണ്, വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി പോയി, ആരോഗ്യ മേഖലയുടെ ക്വാളിറ്റി പോയി. എങ്ങനെയാണ് ക്വാളിറ്റി പോകുന്നത്? സർക്കാർ ശരിയാണ് ശ്രീമതി മേരി ജോർജ്, ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പങ്കുകൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. നികുതി പിരിവിന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നതെന്നും കുടിശ്ശിക ഉണ്ടാകുന്നതെന്നും താങ്കൾക്ക് കൂടി നന്നായി അറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് ഒക്കെ വരാം. ശ്രീ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, നമ്മളുടെ നാട്ടിൽ സേവനാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. സേവനം ഒരു പൗരൻ്റെ അവകാശമാണ് എന്ന് സംസ്ഥാന സർക്കാർ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ആ നിയമത്തെപ്പറ്റി അറിയില്ല. ആ നിയമത്തെപ്പറ്റി അറിയാത്തത് കൊണ്ട് സർക്കാർ ഓഫീസുകളിൽ വഞ്ചിക്കപ്പെടുന്നു, അവർക്ക് വലിയ തോതിൽ കാലതാമസം നേരിടേണ്ടി വരുന്നു, അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിയമപരമായി സേവനം ഒരു പൗരൻ്റെ അവകാശമാണെന്ന് നിയമസഭ പാസ്സാക്കിയ നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥരോട് പറയേണ്ടി വരുന്നത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഫയൽ ഒരു നിർജീവ വസ്തുവല്ല, അതിൽ ജീവനുണ്ട്. നിങ്ങളുടെ ഒരു കുറിപ്പ് കൊണ്ട് ആ ജീവൻ മുന്നോട്ട് പോകാം, ചിലപ്പോൾ അവിടെ അവസാനിച്ചേക്കാം, അത്രത്തോളം സൂക്ഷ്മത വേണം എന്ന്. എങ്ങനെയാണ്
അഴിമതിയും ചുവപ്പ് നാടയും ഒക്കെ ഈ വിഷയത്തിലേക്ക് വരുന്നതെന്നും താങ്കൾക്ക് അറിവുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ആ നിലയിലുള്ള ഈ വിലയിരുത്തൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നതിൻ്റെ തുടക്കമായെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? സേവന അവകാശ നിയമം കേരളത്തിൽ മാത്രമല്ല മറ്റ് ചില സംസ്ഥാനങ്ങളിലുമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. നിയമത്തിൻ്റെ അഭാവമോ ശിക്ഷാ നടപടിയുടെ കുറവോ ഒന്നുമല്ല ഈ ഓഫീസുകളിലെ കാലതാമസത്തിനും നിയമവിരുദ്ധമായ ജീവനക്കാരുടെ പെരുമാറ്റത്തിനും കാരണം. അത്തരം കാലതാമസമില്ലാതെ പൗരൻ്റെ നിയമപരമായ അവകാശങ്ങൾ സമയബന്ധിതമായി സാധിച്ചു കൊടുക്കണം എന്ന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് നിശ്ചയിക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യാൻ തയ്യാറായാൽ വളരെ ഇന്നത്തെ ഇലക്ട്രോണിക് യുഗത്തിൽ വളരെ ലളിതമായി സാധിക്കാവുന്ന ഒരു കാര്യമാണിത്. ഞാൻ ആദ്യമായി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം സെക്രട്ടേറിയറ്റിൽ നിന്ന് CCTV ഒക്കെ എടുത്തു മാറ്റിയതായിട്ട് റിപ്പോർട്ട് കണ്ടു. അത് ഒരുപക്ഷെ നല്ലത് സ്ഥാപിക്കാനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലപ്പോഴും പ്രവർത്തിക്കാതിരുന്ന CCTV കൊണ്ട് കാര്യമല്ലോ. സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല എല്ലാ സർക്കാർ ഓഫീസിലും പഞ്ചിങ് സമ്പ്രദായവും CCTVയും അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഓഫീസിൽ 10 മണിക്ക് വന്നിട്ട് കസേരയിലൊന്ന് കയറിയിരുന്ന് ഉടനെ ചായ കുടിക്കാൻ പോവുകയും ചായ കുടിച്ചിട്ട് വന്നിട്ട് അല്പം കഴിഞ്ഞാൽ ഉടനെ ഊണ് കഴിക്കാൻ പോവുകയും തിരിച്ചു വന്ന് തീവണ്ടിയുടെ സമയം നോക്കുകയും ചെയ്യുന്നു എന്ന് ജനങ്ങൾ ധരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെ ആക്ഷേപിച്ചില്ല. ജനങ്ങൾ അങ്ങനെ ധരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ചെമ്മനം ചാക്കോയുടെ ആളില്ലാ കസേരകളൊക്കെ നമുക്ക് നല്ല ഹൃദയസ്ഥമായ പാഠങ്ങളാണ്. അത് ഇല്ലാതാക്കാൻ മൂവ്മെൻറ്റ് രജിസ്റ്റർ വെക്കുമായിരുന്നു പണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് യുഗത്തിൽ ജീവനക്കാരൻ ആ കസേരയിലുണ്ടോ, എങ്ങോട്ട് പോകുന്നു, ഏത് കടലാസ് നോക്കുന്നു എന്നൊക്കെ സുതാര്യമായിട്ട് അറിയാനുള്ള ഏർപ്പാടുണ്ടാക്കണം. സുതാര്യമായ അഴിമതിരഹിത കേരളം സാധിക്കണമെന്നുള്ള മാനിഫെസ്റ്റോയിലെ ലക്ഷ്യം ഇപ്പോൾ ഗവൺമെൻറ് ആവർത്തിച്ച എല്ലാ മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം നടപ്പാക്കണമെങ്കിൽ അതങ്ങോട്ട് നടപ്പാക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് സമയബന്ധിതമായിട്ട് ഫയലുകൾ വെച്ച് താമസിപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിനും എവിടെ ഇത് വെച്ച് താമസിപ്പിച്ചു എന്നറിഞ്ഞാൽ അടിയന്തരമായിട്ട് താമസിപ്പിച്ചിട്ടുള്ള ആളിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ് ധൈര്യം കാണിക്കണം. അതിന് മറ്റൊരു വലിയ വഴിയുണ്ട്. യൂണിവേഴ്സൽ ട്രാൻസ്പെറൻറ്റ് ട്രാക്കിംഗ് ഓഫ് ആപ്ലിക്കേഷൻസ് ആൻഡ് റെസ്പോൺസ് ടു ആപ്ലിക്കേഷൻസ്, ഉത്തര എന്ന് പറയും, UTTARA. അങ്ങനൊരു സ്കീം വിഭാവനം ചെയ്തിട്ട് മറ്റു ചില സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ഇന്ത്യയൊട്ടാകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയുടെ നോട്ടീസ് കേരള ഗവൺമെൻറ്റിനും മറ്റ് 28 സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ മറുപടിയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു പൗരൻ കൊടുക്കുന്ന അപേക്ഷ ഇലക്ട്രോണിക് സമ്പ്രദായത്തിലൂടെ സ്വീകരിക്കാനും അത് ട്രാക്ക് ചെയ്യാനും എങ്ങോട്ട് പോകുന്നു, എവിടെ വരുന്നു എന്നറിയാനും സാധിക്കണം. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിക് സമ്പ്രദായത്തിൽ സാധിച്ചാൽ ഈ യന്ത്രത്തിന് ഈ പക്ഷപാതിത്വം കാണിക്കാൻ പറ്റില്ല. ആര് താമസിപ്പിക്കുന്നു എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ CCTVയും പഞ്ചിങ്ങും ഉണ്ടെങ്കിൽ ഓഫീസിൽ കൃത്യസമയത്ത് വന്നു, അദ്ദേഹം എത്ര സമയം അവിടെ ഇരുന്നു, എപ്പോൾ പോയി എന്നൊക്കെ കാണാൻ യന്ത്രവൽകൃതമായ സംവിധാനം സാധ്യമാണ്. അതോടുകൂടി അച്ചടക്കം ഭംഗിയായിട്ട് നടക്കും. പിന്നെ അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ പൗരജനങ്ങൾ ഓഫീസിൽ മേശയുടെ ചുറ്റും അല്ലെങ്കിൽ ഓഫീസുകൾ തോറും സെക്ഷനുകൾ തോറും കയറി ഇറങ്ങി നടന്ന് കാര്യം സാധിക്കുന്നത് തെറ്റായ നടപടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ചെയ്യാവുന്നത് ഏകജാലക സമ്പ്രദായം ഏർപ്പെടുത്തണം. ഡയറക്ടറേറ്റ് സിസ്റ്റമെന്നോ ഏത് സിസ്റ്റം വേണേൽ പറഞ്ഞു, ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ മതി. ഒരു സെക്രട്ടേറിയറ്റിൽ നിന്നും പോകണ്ട, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ, ഏതെങ്കിലും ഒരിടത്തിൽ അപേക്ഷ കൊടുത്താൽ അതിൽ പറയുന്ന ആവശ്യം എവിടെയാണ് തീരുമാനിക്കേണ്ടതെന്ന് സർക്കാരിനറിയാമല്ലോ. ആ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ ഈ RTI ആപ്ലിക്കേഷൻ തെറ്റായ ഓഫീസിൽ കൊടുത്താൽ പോലും ശരിയായ ഓഫീസിൽ അയച്ചു കൊടുത്ത് മറുപടി കൊടുക്കണമെന്നുള്ള നിയമവ്യവസ്ഥ ഉള്ളതുപോലെ പൗരൻ്റെ അവകാശങ്ങളും ആവശ്യങ്ങളും സംബന്ധിച്ച് അപേക്ഷ കിട്ടിയാൽ അത് എവിടെയാണ് അതിന് സമാധാനം കിട്ടുന്നതെന്ന് അറിവുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിച്ച് സമാധാനം
പൗരൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. ഇപ്പോൾ ടെലിഫോണിൽ കൂടെ കിട്ടുമെന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്, എളുപ്പമാണ്. ഇത് വളരെ ലളിതമായിട്ട് ഇലക്ട്രോണിക് സമ്പ്രദായ സുതാര്യമായ ഇടപാടുകളിലൂടെ വളരെ ഭംഗിയായിട്ട് പൗരാവകാശങ്ങൾ സാധിക്കും. പൗരനെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നത് വളരെ ഒരു മനുഷ്യാവകാശ ധ്വംസനമാണ്. എത്രമാത്രം കഷ്ടപ്പെട്ട് തിരുവനന്തപുരം വരെ വണ്ടി കയറി സെക്രട്ടേറിയറ്റ് അവിടെ ലോഡ്ജൊക്കെ ഭയങ്കര ഫുള്ളാക്കി മന്ത്രിമാരെ കാണാനും സെക്ഷനിൽ കൈക്കൂലി കൊടുക്കാനും ഒക്കെയാണ് ജനം നടക്കുന്നത്. കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ലാത്തൊരു ജനമാണല്ലോ. എന്തുകൊണ്ടെന്നാൽ ജനത്തിന് നിയമപരമായ ആവശ്യം നിയമപരമായി വഴിയിൽ സാധിക്കുമെന്ന് ബോധ്യം വരാത്ത ഒരു കാലഘട്ടമാണ്. ഞാൻ അധ്യക്ഷത വഹിക്കുന്ന ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്ന പ്രധാന ജോലി ജനങ്ങളെ അവരുടെ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. ഉറപ്പായിട്ട് അവരോട് പറയുക, നിങ്ങൾ നിയമം പാലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നാൽ നിങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ കൊണ്ടു തരുന്ന ഒരു സമ്പ്രദായത്തിന് വേണ്ടി നമുക്ക് വഴി തുറക്കാം. ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക സമഗ്രമായിട്ട് വായിച്ചാൽ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മുൻ ഗവൺമെന്റിനെ ഒന്നും ഞാൻ കുറ്റം പറയില്ല. മുൻ ഗവൺമെന്റിലുള്ള ഈ ഡയറക്ടറേറ്റ് സമ്പ്രദായത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഖലീലുർ റഹ്മാൻ, സംഘടനാ പ്രവർത്തനം സംബന്ധിച്ചും മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒരു പക്ഷേ അത് കേട്ട് കാണുമല്ലോ. സർവീസ് സംഘടനകളിൽ ജീവനക്കാരൊക്കെ സർവീസ് സംഘടനകളിൽ ഉൾപ്പെട്ടവരാണ്. സംഘടനകൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധത വെച്ചു പുലർത്തുന്നുമുണ്ട്. ഏത് സംഘടനയും സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കണം, പ്രതിബദ്ധത ജീവനക്കാർ ജോലിയിലും കാട്ടണം. അങ്ങനെയാണ് മുഖ്യമന്ത്രി സർവീസ് സംഘടനാ പ്രവർത്തനം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇത്തരം ചർച്ചകളിലൊക്കെ ഈ വിഷയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമായിക്കൊള്ളട്ടെ, സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത സംബന്ധിച്ച ചർച്ചകളൊക്കെ ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ജീവനക്കാർക്ക് പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഈ ജനങ്ങൾക്ക് അവിടെ നിന്നും ആ സർക്കാർ ഓഫീസുകളിൽ നിന്ന് മെച്ചപ്പെട്ട സേവനം കിട്ടുന്നില്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഴി കേൾക്കൽ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ആ നിലയ്ക്ക് വസ്തുതാപരം തന്നെയല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ടെലിവിഷനിലൂടെ കേട്ടയാളാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളോട് കേരളത്തിലെ ഒരു സിവിൽ സർവീസ് സംഘടനയ്ക്കും വിയോജിപ്പുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനോട് യോജിപ്പാണുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടപ്പിലാകുക തന്നെ വേണം. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഒരു പുതിയ ആശയമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ചതൊരു പുതിയ ആശയമല്ല. ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഗവൺമെൻറ്റുകളും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും ഇത് പറഞ്ഞിരുന്നു. സർക്കാർ ഓഫീസിൽ വരുന്ന ജനത്തിനോട് അവൻ അപേക്ഷയുമായി വരുമ്പോൾ അവൻ്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോണിൽ സംസാരിച്ച് സമയം കളയുക, അല്ലെങ്കിൽ അവൻ കൊണ്ടുവരുന്ന അപേക്ഷകളെ സഹാനുഭൂതിയോടുകൂടി നോക്കി കാണാതിരിക്കുക, എങ്ങനെ നിയമത്തിൻ്റെ കുരുക്കിനകത്ത് ആ അപേക്ഷയെ കൊണ്ടിട്ട് എങ്ങനെ അത് ഇല്ലാതാക്കാം എന്നുള്ള നിങ്ങളുടെ സർക്കാർ ജീവനക്കാരൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് എല്ലാ ഗവൺമെൻറ്റുകളും പറയുന്നതാണ്. പക്ഷേ ഈ ആശയങ്ങളോട്, ഈ കാര്യങ്ങളോട് ഇടത് സർവീസ് സംഘടനകൾ തങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളോട് ഇടത് സർവീസ് സംഘടനകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള നിലപാടുകളെ നാം ഇപ്പോൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഇവിടെ ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ വരദരാജൻ പറഞ്ഞല്ലോ, ഇവിടെ സർക്കാർ ജീവനക്കാരൻ നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റുന്നത് എന്ന്. ഇവിടെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ തലങ്ങും വിലങ്ങും സർക്കാർ ജീവനക്കാരന് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാ വകുപ്പുകളിലും 92ഓളം വരുന്ന വകുപ്പുകളിൽ എല്ലാ നോംസുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു അടിസ്ഥാനവുമില്ലാതെ വനിതകളെ സ്ഥലം മാറ്റുന്നു, ഗർഭിണികളെ സ്ഥലം മാറ്റുന്നു, ക്യാൻസർ രോഗികളെപ്പോലും സ്ഥലം മാറ്റുന്നു. അങ്ങനെ മനുഷ്യത്വരഹിതമായ സ്ഥലം മാറ്റുന്ന നടപടികൾ വിനോദം കൊള്ളുന്ന ഒരു സമയത്താണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിനെക്കുറിച്ചുകൂടി നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇത് കാണുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കേരളത്തിൽ നടക്കുന്ന സ്ഥലം മാറ്റങ്ങൾ അടിസ്ഥാനമില്ലാത്ത സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നത്. ശ്രീ കെ രാജൻ, മറുപടി പറയേണ്ട ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. താങ്കളിലേക്ക് അതിന്റെ വിശദാംശങ്ങൾ തേടുന്നതിനോടൊപ്പം തന്നെ ഇതാണ് പ്രശ്നം. ഈ സർവീസ് സംഘടനകളുടെ ചേരിതിരിവ് ഇപ്പോൾ തന്നെ പ്രകടമാണ്, ചർച്ചയിൽ തന്നെ പ്രകടമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് UDF ഗവൺമെന്റും ഇതിന് സമാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ
ഇടത് സർവീസ് സംഘടനകൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്നുവെന്നാണ് ഇപ്പോൾ NGO അസോസിയേഷനും സെറ്റോയും ഒക്കെ ആരോപിക്കുന്നത്. ഇതുതന്നെയാണ് പ്രശ്നം. ഇവിടെ തുടങ്ങുകയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമ്മളുടെ സംഘടനകൾക്കൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകാതെ പോകുന്നത്? ഇത് പൊതുവായ പ്രശ്നമാണല്ലോ. ഇതിൽ രാഷ്ട്രീയമില്ലല്ലോ. ജനങ്ങൾക്ക് സേവനം നൽകണം സർക്കാർ ഓഫീസുകളിൽ എന്ന് ഏത് മുഖ്യമന്ത്രിയും, അത് LDFൻ്റെയോ UDFൻ്റെയോ ആരും ആയിക്കൊള്ളട്ടെ, അത് പറയുമ്പോൾ അവിടെ ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ചേരുതിരിവുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ നേരത്തെ NGO അസോസിയേഷൻ്റെ ഭാഗമായി സംസാരിച്ച എൻ്റെ സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരൻ സംസാരിച്ച് കേട്ടപ്പോൾ തോന്നി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു സ്ഥലം മാറ്റവും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതല്ലാതെ ഒരു സ്ഥലം മാറ്റവും ഉണ്ടായില്ല എന്നുള്ള നിലവാരത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിലൊരു പുതിയ ഗവൺമെൻറ്റാണ് അധികാരമേറ്റിരിക്കുന്നത്. ആ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ചല്ലോ, ഒരു സർക്കാർ മറ്റൊരു സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്നൊക്കെ പറയുമെങ്കിലും പുതിയ സർക്കാർ പുതിയ സർക്കാരാണ്. ജനങ്ങളുടെ പുതിയ ഇംഗിതങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ പുതിയതായി ഭരിക്കാൻ പോകുന്ന സർക്കാർ. ആ സർക്കാരിൻ്റെ മാന്യത കാണിച്ചു. നേരത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തതുപോലെ രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങൾ ഈ ഗവൺമെൻറ് കാണിക്കില്ല എന്ന് പച്ചയായി പ്രസംഗിച്ചു. പക്ഷേ ഇവിടെ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായ വലിയ സമരം കേരളത്തിൽ നടത്തി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ്. കൂടുതൽ ശക്തിയോടെ കൂടുതൽ വേഗതയോടെ ആ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുമ്പോൾ അതിനു പറ്റുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ ചില പദവിയിലേക്ക് നിശ്ചയിക്കുക സ്വാഭാവികമാണ്. അതല്ലാതെ കേരളത്തിൽ സർവീസ് സംഘടനകൾ, ഇടതുപക്ഷ സർവീസ് സംഘടനകൾ നേരത്തെ തർക്കം കാണിച്ചു, ഇപ്പോൾ UDF സംഘടനകൾ കാണിക്കുന്നു. അങ്ങനെ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാവർക്കും ഫേവറായി പറയുന്നത് പോലെ പറഞ്ഞു, കേരളത്തിലെ സർവീസ് സംഘടനകൾ ഇക്കാര്യത്തിൽ കാണിക്കേണ്ടത് തികഞ്ഞ ആത്മാർത്ഥതയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, സർക്കാരിനെ സേവിക്കുക എന്നുള്ളതാണ്, എന്നാൽ സമൂഹത്തെ സേവിക്കുക എന്നതാണ് അർത്ഥം. അത് തിരിച്ചറിഞ്ഞ് അർപ്പണബോധത്തോടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ പെരുമാറണം. അത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ സർക്കാർ ജീവനക്കാർ പെരുമാറണമെന്നല്ല. കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും അർപ്പണബോധത്തോടെ നമ്മൾ സേവിക്കാൻ പോകുന്നത് ജനങ്ങളെയാണ് എന്ന ധാരണയിലൂടെ തിരിച്ചറിയണം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് ഗവൺമെൻറ്റുകൾ പറയുന്നതിൻ്റെ തനിയാവർത്തനമേ അല്ല. ആ പ്രസംഗം പൂർണ്ണമായി എടുത്തു പരിശോധിച്ചാൽ കേരളത്തിലെ തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നൊരു ഫയൽ അചേതന വസ്തുവല്ല, അത് ജീവനുള്ള ഒന്നാണ്. അതിനെ ജീവനുള്ള ഒന്നായി കാണണം എന്ന് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ കുറെ കൂടി സജ്ജമാക്കേണ്ടതുണ്ട്, സജീവമാക്കേണ്ടതുണ്ട്. നമുക്ക് സത്യത്തിൽ ഒരു നഷ്ട ഉത്തരവാദിത്ത നിയമം കൂടി കൊണ്ടുവരാൻ കഴിയുമോ എന്ന് കേരളത്തിലെ ഗവൺമെൻറ് ആലോചിക്കണം. പല സ്ഥലത്തും ഇപ്പോൾ സേവന നിയമത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. പല ഓഫീസുകളുടെയും ചുമരുകളിൽ എഴുതി വെച്ചിരിക്കുകയല്ലാതെ അവിടെ നിശ്ചയിക്കപ്പെടുന്ന സമയങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കപ്പെടുന്നുണ്ടോ, ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഏതെങ്കിലും അനാസ്ഥ മൂലം സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ കിട്ടാത്തത് കൊണ്ട് ഏതെങ്കിലും നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെങ്കിൽ നഷ്ട ഉത്തരവാദിത്വ നിയമം ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഘട്ടമുണ്ട്. അത് സർക്കാർ ജീവനക്കാരോടുള്ള വെല്ലുവിളിയല്ല. സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയത്തിനെതിരല്ല, രാഷ്ട്രീയക്കാരോടെതിരല്ല, ഞങ്ങൾ അങ്ങനെ കാണുന്നവരുമല്ല. കേരളത്തിലെ സിവിൽ സർവീസ് രക്ഷപ്പെടണം, അക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ആ സിവിൽ സർവീസിനെ രക്ഷപ്പെടുത്താൻ വളരെ മാതൃകാപരമായ മനുഷ്യത്വ മുഖമുള്ള ജനകീയ വികസനത്തിന്റെ ഒരു ബദൽ രേഖയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം. ശ്രീ കെ വരദരാജൻ, UDF ഭരിക്കുമ്പോൾ UDF അനുകൂല സംഘടനാ നേതാക്കൾ ഓഫീസ് ഭരണം നടത്തുന്നു, സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നു. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഇടത് സംഘടനാ നേതാക്കൾ സെക്രട്ടേറിയറ്റും സർക്കാർ ഓഫീസുകളും ഭരിക്കുന്നു. അവരിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്ഥലം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ നേതാക്കന്മാരെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു സാധാരണ ജീവനക്കാർക്കുമൊക്കെ. അത്തരത്തിൽ ഓഫീസ് ഭരണം ഈ സംഘടനാ നേതാക്കൾ നടത്തുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുമോ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയിലൂടെ? ഇവിടെ സർവീസ് സംഘടനാ നേതാക്കന്മാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഭരണം നടത്തി എന്ന ആക്ഷേപം ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഞാൻ ദീർഘകാലം സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അത് ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നപ്പോഴും ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നപ്പോഴും സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ ഗവൺമെൻറ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരുന്ന എല്ലാ ഘട്ടങ്ങളിലും നടത്തുന്ന ഒരു കാര്യം, അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ഓഫീസുകളിലേക്ക് മാറ്റുകയും അതേപോലെ തന്നെ മറ്റ് സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള സർവീസിലും അത്തരം ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലക്കാലമായി നിലവിലുള്ള നോംസിൻ്റെ അടിസ്ഥാനത്തിൽ പോലും
സ്വന്തം ജില്ലയിലേക്ക് വരാൻ കഴിയാതെ പോയിട്ടുള്ള ഹതഭാഗ്യരായ ഒട്ടേറെ ജീവനക്കാർ സംസ്ഥാനത്തുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിശോധിച്ച് സമയോചിതമായി സമയബന്ധിതമായി അവർക്ക് അർഹതപ്പെട്ട സ്ഥലമാറ്റങ്ങൾ കൊടുക്കുക, പ്രമോഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഗവൺമെൻറ് നിർവഹിക്കേണ്ടതാണ്. സർവീസ് സംഘടനകൾ ഇതിൽ അമിതമായ ഇടപെടൽ നടത്തേണ്ടതില്ല എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയ സ്ഥലം മാറ്റ കാര്യങ്ങൾ നോംസിൻ്റെ അടിസ്ഥാനത്തിലാവും എന്ന് പറഞ്ഞത്. നോംസ് ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വി.കെ. നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്തൊരു നോംസ് ഉണ്ടാക്കി. അത് കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നോംസ് നിലനിൽക്കെ തന്നെ ആ നോംസിനെ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പ് സർവീസ് സംഘടനകളുടെ അനാവശ്യമായ ഇടപെടലുകൾ ഇതിനകത്തുണ്ടാവില്ല എന്നതിൻ്റെ ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികളെ ഇടതുപക്ഷ സംഘടനകൾ എതിർത്തു എന്ന് പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ എന്തെല്ലാമാണ് ഈ നാട്ടിൽ നടന്നത് എന്നും ആരെല്ലാമായിരുന്നു ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ വിഹരിച്ചതെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെയും സർക്കാർ ഓഫീസിൻ്റെയും ഇടനാഴികളിൽ സ്ഥിരമായി സഞ്ചിയും തൂക്കി നടക്കുന്ന ചില കങ്കാണിമാരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ ശ്രദ്ധിക്കണം, അവരെ ഓഫീസുകളിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. ഒരാൾക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നോ സർക്കാർ ഓഫീസിൽ നിന്നോ ഒരു കാര്യം സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ അയാൾ ഒരിക്കൽ വന്നാൽ മതി. പക്ഷേ സ്ഥിരമായി സഞ്ചിയും തൂക്കി ഇടനാഴികളിൽ ഏജന്റന്മാരായി നടക്കുന്ന കങ്കാണിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കരുത്, അവരെ ഓഫീസിൽ കയറ്റരുത് എന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ കങ്കാണിപ്പണി കേരളത്തിൽ വളരെ വ്യാപകമായി കഴിഞ്ഞ 5 കൊല്ലക്കാലം നടന്നു. സർവീസ് സംഘടനകൾക്ക് അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തുക, നിയമപരമായി അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് ജീവനക്കാരുടെ മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവിടെ സാധാരണ ജനങ്ങൾ എത്തുന്നവർക്ക് വേണ്ട സഹായം ചെയ്യുന്ന കാര്യത്തിൽ, അവർക്ക് സേവനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ടത് എന്തിനാണ്? ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുള്ള മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. അതായത് ഒരു പൗരന് ലഭിക്കേണ്ട അവൻ്റെ അവകാശം സമയബന്ധിതമായി ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കണം, ഏറ്റവും വേഗത്തിൽ കിട്ടണം, ലഭിക്കണം എന്നുള്ള പക്ഷത്ത് നിൽക്കുന്നയാളാണ് ഞാൻ. NGO അസോസിയേഷനും അതുപോലെ തന്നെ സെറ്റോ സർവീസ് സംഘടനകളും ആ തലത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇടത് ഗവൺമെൻറ് കേരളത്തിൽ ആദ്യമായിട്ടല്ല അധികാരത്തിൽ വരുന്നത്. ശ്രീ വരദരാജനും ശ്രീ രാജനും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളപ്പിറവിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇടത് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് എന്നാണ്. ഇതിനു മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും ജനപക്ഷത്താണ്, എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളെ സഹാനുഭൂതിയോടുകൂടി കാണുന്ന സർവീസ് സംഘടനകളുടെ ആളുകളാണ്. കഴിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 3 ജനസമ്പർക്ക പരിപാടികൾ ഇവിടെ നടപ്പിലാക്കുകയുണ്ടായി. അതായത് സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന അനേക ലക്ഷം അപേക്ഷകളിൽ അതിവേഗം തീരുമാനമെടുത്തപ്പോൾ ആ പരിപാടിയോട് എത്ര സഹകരണമാണ് ഇടത് സർവീസ് സംഘടനകൾ കാണിച്ചത്? അതിനെ പുറംതിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കാണിച്ച ആളുകളാണ് സ്വന്തം ഗവൺമെൻറ്റുകൾ. ഞങ്ങളുടെ ഭരണ അനുകൂലമായ സർവീസ് സംഘടനകളും അതുപോലെ തന്നെ ഭരണ അനുകൂല ഗവൺമെൻറ്റുകളും അധികാരത്തിൽ വരുമ്പോൾ ഈ വേദവാക്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ. അതുകൊണ്ട് ഇവർ പറയുന്ന നിലപാടുകളെ, അവരുടെ ആത്മാർത്ഥതയെ പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണത്. NGO അസോസിയേഷനും അതുപോലെ തന്നെ സെറ്റോ സർവീസ് സംഘടനകളും എല്ലാ കാലത്തും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കടുകിടക പോലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകളാണ്. സംതൃപ്തമായ സിവിൽ സർവീസ്, കാര്യക്ഷമമായ സിവിൽ സർവീസ്, ഇവിടെ നമ്മളുടെ മുന്നിൽ ഒരു അനുഭവമുണ്ട്, നമ്മളുടെ മുന്നിൽ ഒരു മനുഷ്യനുണ്ട്, ഒരു സാംകുട്ടി. തിരുവനന്തപുരത്ത് വെള്ളറടയിലെ വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റിന് പോയി കിട്ടാതെ വന്നപ്പോൾ, നിരന്തരമായി നടന്ന് കിട്ടാതെ വന്നപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. അവിടെ പെട്രോൾ ബോംബും കൊണ്ട് പോകേണ്ടി വന്ന ഒരു സാംകുട്ടിയുടെ കഥ നമ്മൾ കേട്ടതാണ്. വെള്ളറടയിൽ നടന്ന സംഭവം അധിക നാളൊന്നും ആയിട്ടില്ല.
ഇത് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന ജനങ്ങളുടെ പ്രശ്നമാണ്. അതിലൊരു പ്രതീകമാണ് ഈ സാംകുട്ടിയെ പോലെ അവിടെ അതിക്രമിച്ച് കയറി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ ഒരുപക്ഷെ ഗതി കെട്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. അത്തരമൊരു നാട്ടിലാണ് മുഖ്യമന്ത്രി സർവീസ് സംഘടനാ പ്രവർത്തകരോടും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരോടും പൊതുവെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടുമൊക്കെ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഫയലിൽ ജീവനുണ്ട്, അത് നോക്കണമെന്ന് പറയുന്നത്. അതിനെ ആ നിലയ്ക്കല്ലേ നമ്മൾ കാണേണ്ടത്? അങ്ങനെ കാണുന്നതിന് പകരം ഈ സംഘടനാ പ്രവർത്തകർ പരസ്പരം ചേരിതിരിഞ്ഞ് വർത്തമാനം പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പം നടത്തിയ പ്രസ്താവനയുടെ ആധാരമായ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളാണ്. സാംകുട്ടിയുടെ മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി 3 തവണയായി കേരളത്തിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടി എന്ന അപമാനകരമായ ആർഭാടം കാണിച്ച ഈ നാടകം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് NGO അസോസിയേഷന്റെ നേതാവ് തന്നെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളത്തിലെ വിവിധ വകുപ്പുകളിലായി ആയിരക്കണക്കിന് ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അതഴിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമമായിരുന്നു ജനസമ്പർക്ക പരിപാടി എന്നാണല്ലോ സൂചിപ്പിച്ചത്. സാംകുട്ടിയുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ഒരു ഗവൺമെന്റ് എങ്ങനെയാണോ നയിക്കുക അങ്ങനെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഏത് യൂണിയന്റെ ജീവനക്കാരുടെ സംഘടനയായാലും കേരളത്തിന്റെ ഭരണത്തിൽ ഇടപെടാനുള്ള ആഹ്വാനമല്ല നടത്തിയത്. നേരെ മറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരത്തെയുള്ള മുഖ്യമന്ത്രി നടത്തിയതുപോലെ ഒരു ജനസമ്പർക്ക പരിപാടിയിലേക്ക് പോകാതിരിക്കാൻ നേരത്തെ തന്നെ സജ്ജമാകണം എന്ന അറിയിപ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് കൊടുത്തതാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഏതു പക്ഷത്തു നിൽക്കുന്നു എന്നതാണ് പ്രശ്നം. സർക്കാർ ജീവനക്കാരെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ ഒരു ഓർമ്മപ്പെടുത്തൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. സാംകുട്ടിയുടെ അനുഭവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകരുത്. ആയിരക്കണക്കിന് ഫയലുകൾ ചുവന്ന നാടയിൽ കെട്ടിപ്പടരുത്. ഇനി ഓൺലൈനിലൂടെ സംവിധാനം ഉണ്ടാക്കണം. അദ്ദേഹം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലെങ്കിലും ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന സംവിധാനത്തിലേക്ക് ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെന്റ് പോയാൽ അതിവേഗം കൊടുക്കുന്ന അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കാൻ കേരളത്തിൽ കഴിയും. ഇതിന്റെ വളരെ മര്യാദയുള്ള ഭാഷയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രി യൂണിയനുകളോട് പരസ്പരം ആക്രമണം നടത്താൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു യൂണിയനെ കുറ്റപ്പെടുത്തിയില്ല. മൊത്തം സർക്കാർ ജീവനക്കാരെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ കൃത്യമായി സൂചിപ്പിച്ചു, സർക്കാർ ജീവനക്കാരുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുർമേധസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. സേവനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ചുറ്റുപാടുമുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നിട്ടുള്ളതും. ശ്രീ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുചെന്നെത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കഴിയുമോ? ഒരു സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ ജനങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനക്ഷമതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രസംഗ പരിപാടികൾ കൊണ്ട് മാത്രം കഴിയുമെന്ന് വിശ്വസിക്കാമോ? നിശ്ചയമായിട്ടും പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നേരത്തെ മുൻ മുഖ്യമന്ത്രി നടത്തിയ ബഹുജന സമ്പർക്ക പരിപാടിയോ അതിന് പറഞ്ഞല്ലോ, സാംകുട്ടി ആ ബഹുജന സമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ഹർജിയുമായിട്ട് തിരുവനന്തപുരത്ത് ചെന്നിരുന്നു. സാംകുട്ടിയുടെ ഹർജിയിൽ അയാൾ ആവശ്യപ്പെട്ടിരുന്നത് റീസർവേയിൽ വന്ന തെറ്റ് തിരുത്തണമെന്നാണ്. മുഖ്യമന്ത്രിയുടെ കമ്മിറ്റി അദ്ദേഹത്തിന് 3 സെന്റ് സ്ഥലം പതിച്ചു കൊടുക്കാൻ ഉള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മറുപടി കൊടുത്തു. തീരെ ഫലപ്രദമല്ലാത്ത ഒരു നടപടി വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ചെയ്യേണ്ട പണി മുഖ്യമന്ത്രി 15,000 50,000 പേർക്ക് ചെയ്തു എന്ന് പറയുന്നത് അത്രത്തോളം അരാജകത്വം ഇവിടെ ഉണ്ടായിരുന്ന തെളിവാണ്. ഈ ചർച്ച തന്നെ വ്യത്യസ്ത സംഘടനകൾ തമ്മിലുള്ള തർക്കമായിട്ടും അവരുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ചുള്ള വൈഷമ്യമൊക്കെ ആയിട്ടും കൺവെർട്ട് ചെയ്തത് വളരെ ദുഃഖകരമാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ദേശിച്ചത് ജനങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണം. അതിന് 2-3 ചെറിയ നിർദ്ദേശങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നത്, ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നവർ ഈ ബഹുജനങ്ങളുടെ സേവകരാണ്, പബ്ലിക് സർവൻസ് ആണ് എന്നുള്ള കൺസെപ്റ്റ് അവരൊന്ന് മനസ്സിലാക്കണം. ഒരു ജനവും ഒരു സർക്കാർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പോലും പോകേണ്ട ആവശ്യമില്ല. അവരുടെ ആവശ്യം രേഖാമൂലം അവിടെ എത്തിച്ചു കൊടുത്താൽ, ബൈ പോസ്റ്റ് എത്തിച്ചു കൊടുത്താൽ, ഇമെയിലിൽ അയച്ചു കൊടുത്താൽ, ഏതെങ്കിലും സംവിധാനത്തിൽ അവിടെ എത്തിയാൽ അത് നോക്കി കൃത്യമായ മറുപടി, നിയമപരമായ പരിഹാരം അവൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം.
അതിന് യാതൊരു അസൗകര്യമില്ല. സെക്രട്ടേറിയറ്റ് വരാന്തയിൽ ദല്ലാളന്മാർ നടക്കുന്നത് തെറ്റാണെങ്കിൽ അവിടെ ദല്ലാളന്മാർക്ക് പാസ് കൊടുക്കരുത്. അവർ കയറുന്നുണ്ടോ എന്ന് CCTVയിലൂടെ നോക്കണം. അവർ ഒരു ടേബിളിൻ്റെ മുമ്പിലും പോകാൻ പാടില്ല. അവർ ടേബിളിൽ തുറക്കുമ്പോൾ പൈസ അവിടെ ഇടാൻ പാടില്ല. ഇതൊക്കെ വളരെ സുതാര്യമായ ഇടപാടുകൾ വളരെ ലളിതമായിട്ട് സാധിക്കും. ശ്രീമതി മേരി ജോർജ്, നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം സെക്രട്ടറിമാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി മുതൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാർ വരെ അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ആ നിലയ്ക്കുള്ള കൃത്യമായ നിർദ്ദേശം അദ്ദേഹം ആ യോഗത്തിൽ നൽകി. അതിനുശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ അപ്പാടെ അഭിസംബോധന ചെയ്യുകയും ഉണ്ടായി. തുടക്കം എന്ന നിലയിൽ ഈ രണ്ട് യോഗങ്ങളും അദ്ദേഹം വിളിച്ചു ചേർത്തത് സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതിനൊരു തുടർ നടപടികൾ, ഒരു തുടർച്ച, ഈ യോഗങ്ങൾക്കപ്പുറത്തേക്കൊരു തുടർച്ച ഉണ്ടാകുമെന്നും അത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുമെന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഈ ആദ്യം സെക്രട്ടറി തലത്തിലുണ്ടായ ചർച്ച, തുടർന്ന് ഇപ്പോൾ പൊതുവെ ജീവനക്കാർക്ക് വേണ്ടി നടത്തിയ ഈ പ്രസ്താവനകൾ, ഇത് രണ്ടും ഇതിന്റെ ഫോളോ അപ്പ്, അതായത് ഇതുപോലെയുള്ള പ്രക്രിയ, അദ്ദേഹത്തിന് ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും, യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. അതായത് അദ്ദേഹം വകുപ്പ് തലവന്മാരെ ശ്രദ്ധിക്കണം, ഈ വകുപ്പ് തലവന്മാര് അവരുടെ കീഴുദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ വകുപ്പിലും കാര്യക്ഷമത ഉണ്ടാകണം. അത് കൃത്യമായിട്ട് അതായത് സെക്രട്ടേറിയറ്റിൽ തന്നെ അതിനുള്ളൊരു ഒരു സംവിധാനമുണ്ട്. എങ്ങനെ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ കാണണം, പ്രിൻസിപ്പൽ സെക്രട്ടറിമാര് അവരുടെ കീഴിലുള്ളവരെ കാണണം, ഇങ്ങനെയുള്ള ഒരു സംവിധാനം തന്നെ ഉണ്ട്. അത് നടന്നു പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കാര്യസ്ഥത വന്നു ഭവിക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വരാൻ സാധിക്കും പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള മുന്നേറ്റം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞങ്ങൾ ജനങ്ങളുടെ സേവകരാണ് എന്ന ധാരണയോടുകൂടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പെരുമാറണമെന്ന്. അതാണ് നമുക്ക് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ മറ്റേതൊരു ഉദ്യോഗസ്ഥ, അതായത് ഓഫീസിലോ കയറി ചെന്നാൽ നമുക്ക് കാണാൻ പറ്റാത്തത്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. അതായത് നെഹ്റു ഇന്ത്യ സ്വതന്ത്രമാകുന്നു എന്ന് ഡിക്ലയർ ചെയ്ത 1947 ഓഗസ്റ്റ് 14 രാത്രി 12 മണിക്ക് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ കൊടുക്കുന്ന സന്ദേശം ഇങ്ങനെയാണ്: ഞാൻ ദ ഫസ്റ്റ് സെർവന്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ദാസൻ എന്നാണ് പറഞ്ഞത്. അന്ന് അദ്ദേഹം ഇന്ത്യയുടെ വർക്കിംഗ് പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. അദ്ദേഹം ഡിക്ലയർ ചെയ്തത് സ്വാതന്ത്ര്യം പറയുന്നത്, ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഡിക്ലയർ ചെയ്യുന്നു, ഞാൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒന്നാമത്തെ ദാസൻ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ IAS തൊട്ട് IPS തൊട്ട് താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഒരു മനോഭാവമാണ്, ഞാൻ ജനങ്ങളുടെ ദാസരാണ്, ഇവരുടെ ഫയലുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ജീവൻ വപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കണം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഒരാൾ പറയുണ്ടായല്ലോ, നേരത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു എന്താ പറയുക ജനോപകാര യാത്ര നടത്തിയതിനെ പറ്റി വളരെ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു. ഓർമ്മിക്കുക, UDF ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള 5 വർഷങ്ങൾ LDF ഗവൺമെന്റ് ആയിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് കൈകാര്യം ചെയ്യപ്പെടാതെ നീതി ലഭിക്കാതെ കിടന്ന ഫയലുകളെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അന്ന് ആദ്യമായിട്ട് യാത്ര നടത്തിയത്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് സാം എന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു കടുകൈ ചെയ്യേണ്ടി വന്നെങ്കിൽ ഈ 5 വർഷം കൊണ്ടും മാറ്റമുണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പൊതുവെ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന കെടുകാര്യസ്ഥത അത് അടിവരയിടുകയാണ് സാമിന്റെ പ്രവൃത്തി. ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ ചർച്ചയിൽ കണ്ടു, യൂണിയൻ നേതാക്കൾ പരസ്പരം പഴിചാരുകയാണ്. അല്ലാതെ അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സത്യത്തിലെ യൂണിയൻ നേതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഒരഴിമതിയും ഉണ്ടാകില്ല. അഴിമതി നടത്തുന്ന മന്ത്രിയോ പിന്നെ രാഷ്ട്രീയക്കാരോ ഉണ്ടെങ്കിൽ അവരെ അപ്പോ തന്നെ പൊതുജനത്തിന്, ഇപ്പൊ ഇഷ്ടം പോലെ മാധ്യമങ്ങളുണ്ട്, പൊതുജനത്തിന് മുൻപിൽ അപ്പൊ തന്നെ കൊണ്ടുവന്ന് അവരെ തൊലി ഉരിച്ച് കാണിക്കാനുള്ള ശക്തി യൂണിയൻ നേതാക്കൾക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ നന്നായി സേവനം കൊടുക്കുന്നില്ല ജനങ്ങൾക്ക്. ഏത് ഉദ്യോഗസ്ഥനും കൊടുക്കുന്നില്ല. ഏത് IAS ഉദ്യോഗസ്ഥനോ IPS ഉദ്യോഗസ്ഥനോ ധാർഷ്ട്യം കാണിക്കുന്നു. അത് പുറത്തു കൊണ്ടുവരാനുള്ള ചങ്കൂറ്റം യൂണിയനുകൾക്ക് ഉണ്ടാകണം. ജനസേവനത്തിന് വേണ്ടിയാണ്, അല്ലാതെ സേവന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല.
അതായത് അത് അവരുടെ അവകാശങ്ങളാണ്. പക്ഷെ അവർക്ക് അവകാശങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ഉത്തരവാദിത്വം, അതായത് ഈ ഗവൺമെന്റ് നിലകൊള്ളുന്നത് ജീവനക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനല്ല. ജീവനക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്ക രീതിയിൽ മികവ് കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഇതിനൊരു തുടർച്ച, ഒരു ഫോളോ അപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അത് താഴെത്തട്ടിലുള്ള സർക്കാർ ഓഫീസുകൾക്കടക്കം ബാധകമാകുമെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി മേരി ജോർജ്, ശ്രീ കെ രാജൻ, ശ്രീ കെ വരദരാജൻ, അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായർ, ശ്രീ കലിലൂർ റഹ്മാൻ, എല്ലാവർക്കും നന്ദി.